ഇതെന്തൊരു ആഭ്യന്തര വകുപ്പ് എന്ന് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന തീരുമാനം ഇന്ന് കേരളം കേട്ടു. പോലീസ് അതിക്രമ വിവാദങ്ങൾക്കിടെ നവകേരള സദസ്സിൽ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കാൻ നിർദ്ദേശം വന്നിരിക്കുന്നു. സർക്കാർ താൽപ്പര്യം സംരക്ഷിക്കാൻ DGP മറികടന്ന് ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP ആണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു. നവകേരള യാത്ര മുഖ്യമന്ത്രിയുടെ ബസ് ഇങ്ങനെ കടന്നു വരുമ്പോൾ തൊട്ടു പിന്നിൽ കറുത്ത വണ്ടിയിൽ ലാത്തിയും കറക്കിയ ഒരു സംഘം. ആ സംഘത്തിനുൾപ്പെടെ ഗുഡ് സർവീസ് എൻട്രി. എന്തിനെന്ന് ചോദിച്ചാൽ ക്രമസമാധാനം കാത്തതിനെന്ന്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗുണ്ടാപ്പട അഴിഞ്ഞാടി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഗൺമാന്റെയും ഈ അതിക്രമങ്ങൾ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് ആവർത്തിച്ച് കണ്ണടച്ചെങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. തീർന്നില്ല. കരിങ്കൊടി കാണിച്ചതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന പോലീസിന്റെ ക്രമസമാധാന പാലനവും നവകേരള യാത്രയിൽ കണ്ടതാണ്. ഒരു ഭിന്നശേഷിക്കാരനെ നിലത്തിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചവിട്ടിയപ്പോഴും പിണറായി പോലീസ് വിധേയത്വം കാണിച്ചു. ഇതൊക്കെ മികച്ച ക്രമസമാധാന പാലനമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പോലീസിനാണ് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് എൻട്രി ലഭിക്കും. കൂടാതെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരുടെ പേര് ശുപാർശ ചെയ്യാനും നിർദ്ദേശമുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് വിവാദങ്ങൾക്കിടെ സർക്കാരിന്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ വിചിത്ര നിർദ്ദേശം നൽകിയത്. മന്ത്രിപ്പടയ്ക്ക് വഴിനീള സുരക്ഷ ഒരുക്കാൻ പോലീസുകാർക്ക് അവധി പോലും അനുവദിക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നിയമവും പാലിക്കാതെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഏതു മാനദണ്ഡത്തിൽ ഗുഡ് സർവീസ് എൻട്രി നൽകുമെന്നതാണ് ചോദ്യം. കല്യാശ്ശേരി മുതൽ കാട്ടാക്കട വരെ നടന്ന സകല പ്രതിഷേധങ്ങളിലും പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ കൊടുത്ത തല്ല്, അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരുടെ മുൻപിലെ നിങ്ങളുടെ മൗനം. പോലീസിനെതിരെ നടന്ന ഒരു അതിക്രമങ്ങളെയും ന്യായീകരിക്കാതെ പറയട്ടെ, നവകേരള യാത്രയിൽ സർക്കാർ നിങ്ങളെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിപ്പിച്ചു. അതിനുള്ള പാരിതോഷികമാണ് ഈ ഗുഡ് സർവീസ് എൻട്രി. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വിനാശകാലി വിപരീത ബുദ്ധി എന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. കാരണം ജനങ്ങളെ തല്ലിച്ചതയ്ക്കാനല്ല പോലീസുകാർ എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിലിരിക്കെ എല്ലാ സ്ഥലത്തും അതിക്രമത്തിന് ഇറങ്ങിയ പോലീസുകാരെ ഇനി ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുക? മികച്ച കുറ്റാന്വേഷണം, അസാധാരണ സാഹചര്യങ്ങൾ കാര്യക്ഷമമായി നേരിടൽ തുടങ്ങിയവയ്ക്കാണ് സാധാരണഗതിയിൽ പോലീസിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുക. ഈ ശബരിമല സീസണൊക്കെ കഴിയുമ്പോൾ സാധാരണ അവിടെ ഒരുപാട് പണിയെടുത്ത പോലീസുകാർക്ക് ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാറുണ്ട്. ഈ ഗുഡ് സർവീസ് എൻട്രിക്ക് തന്നെ നാണക്കേടാകുന്ന സാഹചര്യമാണ്. മർദ്ദിച്ച് ഒതുക്കാൻ ശ്രമിച്ച പോലീസുകാർക്ക് ഈ എൻട്രി ഗുഡ് സർവീസൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാൽ സമരക്കാരെ അതിക്രൂരമായി നേരിട്ട ആ ഗൺമാനില്ലേ, അദ്ദേഹവും ഈ പാരിതോഷിക പട്ടികയിൽ വരുമോ എന്ന് നമുക്കിനി അറിയാനുണ്ട്. ചിലപ്പോൾ വരുമായിരിക്കും. നമുക്ക് നോക്കാം. പൊതുജനങ്ങളുടെ അഭിപ്രായം അവരോട് ചോദിച്ചു. ഇവർക്കൊക്കെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണോ? കാരണം ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല ഒടിയുന്നൊന്നും നമുക്ക് അറിയണ്ടേ. അപ്പോൾ നോക്കാം നമുക്ക് പ്രതികരണങ്ങൾ. നവകേരളത്തിന് പോയ ആൾക്കാർക്ക് എല്ലാ ഗുഡ് സർട്ടിഫിക്കറ്റും പിന്നെ പ്രൊമോഷനും കൊടുക്കണേ. നല്ല പ്രവർത്തിക്കുന്ന പോലീസുകാർക്കാണ് കൊടുക്കണ്ടേ. അത് ഒരുപാട് നല്ല പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് എന്താവും, അത് അവർ പിന്നെ ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഏത് ഭരണത്തിലുള്ള പോലീസുകാരുള്ള ഏത് ഭരണക്കാരുള്ള അവർക്ക് പോലീസുകാർ പിന്നെ അനുകൂലമായിട്ട് പോകും. തടയാൻ വന്ന കോൺഗ്രസ് വിഭാഗത്തിൽ അടിച്ചോലിക്ക് പ്രമോഷൻ നോക്കുന്നത്, അതിനാണ് പ്രമോഷൻ നോക്കുന്നത്. അല്ലാതെ വേറെ നാട്ടിന് ഗുണമായിട്ട് കൊടുക്കില്ല. അത് രാഷ്ട്രീയപരമായി കണക്കാണല്ലോ. അല്ലാതെ നാട്ടിൽ നിന്ന് ഗുണം ചെയ്യുന്നുണ്ടോ? നാട്ടിൽ ഈ നവകേരളം കൊണ്ട് നാട്ടിൽ നിന്ന് ഗുണം ഉണ്ടായത് നവകേരളം എന്നല്ലേ. വേറെ എന്തൊക്കെ പോലീസ് എന്തൊക്കെ നല്ല നല്ല കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ആ കുട്ടീനെ തട്ടി കൊണ്ടുപോയി ഒരാഴ്ച കൊണ്ട് പിടിച്ചു കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കട്ടെ. അങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാർ പൊന്തി തരട്ടെ. ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായം. പുരസ്കാരം നൽകുന്നത് കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ലത് തന്നെ, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഗവൺമെൻറ് നല്ല കാര്യം ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലായിടവും ഈ TV-യിലൊക്കെ കാണുന്നത് കണ്ടിട്ട് തലതെരിപ്പ് വരും. ഇങ്ങനെ സുരക്ഷ എന്ന് പറഞ്ഞാൽ കളിയാക്കിയ സുരക്ഷയാണെങ്കിൽ അതിൽ യോജിക്കുന്നില്ല. നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത ഒരു പരിപാടിയാണ് ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളെ പോലുള്ള പാവപ്പെട്ടവന് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി നമ്മളെ ദ്രോഹിക്കുന്നത്? കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതാക്കിയത് ഈ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ദേഹത്ത് ഓടുന്നതും കമ്മ്യൂണിസ്റ്റിൻ്റെ രക്തമാണ്.
അതിനില്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതാക്കാനാണ്. പണ്ടൊക്കെ രാജസദസ്സിൽ വിദൂഷകന്മാർക്ക് പട്ടുമളയും കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് രാജാവിനെ സേവിച്ച ആളുകൾക്ക് പട്ടുമളയും കൊടുക്കുന്നതിന് തുല്യമാണ് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇവരുടെ ഗുഡ് സർവീസ് എൻട്രി ആണെങ്കിൽ എന്താണെങ്കിലും. മൊത്തം എന്താ പറയുക, കലാപങ്ങൾ മാത്രം അഴിച്ചുവിട്ടൊരു യാത്ര, അക്രമങ്ങൾ നടത്തിയ യാത്ര. ആ യാത്രയിൽ പോലീസുകാർ അവരുടെ ഡ്യൂട്ടി എടുത്തു വന്നതിനപ്പുറത്തേക്ക് എന്ത് ഗുഡ് സർവീസ് എൻട്രിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യണം, നേരത്തെ ഈ ഗുഡ് സർവീസ് സെൻ്റർ കൊടുക്കാൻ തീരുമാനിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരും പടവും ഒന്ന് പബ്ലിഷ് ചെയ്താൽ നമുക്ക് ഈ പഴയ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കായിരുന്നു. എത്ര ആഞ്ഞടിച്ചിട്ടുണ്ട് സാധാരണക്കാരെ, അവർ എത്രമാത്രം കഠിനമായ യത്നത്തിലൂടെ അവർ പോയിട്ടുണ്ട്. ചില നല്ല ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതിൽ പെട്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.